മാഷ ആൻഡ് ദ ബിയർ എപ്പിസോഡ് 10 ഹോളിഡേ ഓൺ ഐസ്. തുടക്കത്തിലെ ഒരു വിശന്നു വലഞ്ഞ ചെന്നായ മുയലിനെ ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. അവർ ചെന്ന് എത്തുന്നതോ ഐസ് നിറഞ്ഞ ഒരു തടാകത്തിൽ. മുയലിന് അടിപൊളിയായി നിൽക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചെന്നായക്ക് കൂർത്ത നഖങ്ങൾ ഉള്ളതിനാൽ അതിന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ചെന്നായെ കളിയാക്കി മുയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ കുട്ടി മാഷ സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി. അവളെ കണ്ടതും ഉള്ള ജീവൻ കൊണ്ട് രണ്ടുപേരും എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് മൂടി രക്ഷപ്പെട്ടു. മാഷ വന്നത് സ്കേറ്റിംഗ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടാണ്. എന്നാൽ അവൾക്ക് നേരെ ഒന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് വളരെ സ്റ്റൈലിഷായി നമ്മുടെ മിമ്മി വന്നിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നത്. അവൾ അടിപൊളിയായിട്ട് തന്നെ സ്കേറ്റിംഗ് ചെയ്യുന്നു. ഇത് കണ്ട മാഷ വളരെയധികം ഇംപ്രസ് ആകുന്നു. അങ്ങനെ വിട്ടാൽ പറ്റില്ല, എനിക്കും പഠിക്കണം സ്കേറ്റിംഗ്. എൻ്റെ കിട്ടുവിനും നന്നായിട്ട് സ്കേറ്റിംഗ് അറിയാം. മാഷ ഉടനെ ബിയറിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ നമ്മുടെ കിട്ടു പുറത്തെ തണുപ്പ് കാരണം അടിപൊളിയായി ഉറങ്ങുകയാണ്. കിട്ടു, നീ ഇപ്പോഴും ഉറക്കമാണോ? നിനക്കെപ്പോഴും ഉറക്കം തന്നെയാണ്. വേഗം എഴുന്നേൽക്ക്, എന്നിട്ട് എന്നെ സ്കേറ്റിംഗ് പഠിപ്പിച്ചു തായോ. അവിടെ തടാകമെല്ലാം തണുത്തുറഞ്ഞു നിൽക്കുകയാണ്. മിമ്മി അവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്കും അവളെ പോലെ സ്കേറ്റിംഗ് ചെയ്യണം. എന്നാൽ കിട്ടു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ഒരു അനക്കം പോലുമില്ല. എന്നാൽ നമ്മുടെ മാഷ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ അവിടെ ഉണ്ടായിരുന്ന സ്കേറ്റിംഗ് ഷൂ എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഉറങ്ങിക്കിടക്കുന്ന കിട്ടുവിൻ്റെ കാലിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് കിട്ടുവിനെ എങ്ങനെയൊക്കെ ഉന്തിയും തള്ളിയും കൊണ്ടുപോകുന്നു. എൻ്റെ ദൈവമേ, ഇവനൊരു ബിയറാണോ അതൊരു എലിഫൻറ്റോ? ഒടുക്കത്തെ ഭാരം. മാഷ എങ്ങനെയൊക്കെയോ കിട്ടുവിനെ തടാകത്തിൽ എത്തിച്ചു. എന്നാലും പുള്ളിക്കാരൻ ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല. മാഷ കിട്ടുവിനെ തടാകത്തിലേക്ക് ഉന്തിയിട്ടപ്പോൾ കിട്ടു ഒഴുകിപ്പോയി മിമ്മിയെയും തള്ളിയിട്ടു. കിട്ടു മെല്ലെ ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുമ്പിലതാ മിമ്മി നിൽക്കുന്നു. ഹായ്, നല്ല സ്വപ്നം. ഹായ് കിട്ടു, വേഗം എഴുന്നേൽക്ക്. അയ്യോ, ഇത് സ്വപ്നമല്ലായിരുന്നു. കിട്ടു ചാടി എഴുന്നേറ്റു. എന്നാൽ അവൻ്റെ കാലിൽ സ്കേറ്റിംഗ് ഷൂ ഉള്ളതുകൊണ്ട് അവൻ തെന്നി വീണ്ടും വീണു. ആകെ നാണക്കേടായി കിട്ടു അവിടെ നിന്നും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. മിയയും തിരിച്ചു പോകുന്നു. മാഷ അവിടെ തനിച്ചായി പോയി. അയ്യോ പോകല്ലേ, എന്നെ സ്കേറ്റിംഗ് പഠിപ്പിക്ക്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, രണ്ടുപേരും പോകല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ഒരു അടവെടുത്തു. അയ്യോ, ഞാൻ വീണു പോയേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കിട്ടുമ്മയും ഓടി വന്ന് അവളെ എടുക്കാൻ നോക്കുമ്പോൾ അവൾ അയ്യേ പറ്റിച്ചേ എന്ന് പറഞ്ഞ് മാറി നിന്നു. ഈ ഒരു തമാശ കണ്ട് സന്തോഷമായ അവർ രണ്ടുപേരുടെയും മനസ്സും മാറി അവർ മാഷയെ പഠിപ്പിക്കാനായി ഒരുങ്ങുന്നു. പലതവണ മാഷ സ്കേറ്റിംഗ് പഠിക്കുമ്പോൾ വീഴുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും പുതിയ ആത്മവിശ്വാസത്തോടെ പഠിക്കാനായി ഒരുങ്ങുന്നു. മിമ്മിയും കിട്ടും അവിടെ അടിപൊളിയായി സ്കേറ്റിങ്ങിൽ കപ്പിൾ ഡാൻസ് എല്ലാം കളിക്കുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പാട്ടും ഡാൻസും ഒരു ഉത്സവ പറമ്പ് തന്നെയായി. അവളുടെ കൂടെ അവളുടെ സുഹൃത്തുക്കളായ മുയലും ചെന്നായും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും പാട്ടുപാടി ഡാൻസ് കളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.